Hi everyone. നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ആവറേജ് വാല്യൂ എന്നുള്ളതിന് ഡെഫിനിഷൻ നോക്കാം. ഇഫ് ദി ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ഇൻ്റഗ്രൽ ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ദെൻ ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് ഡിഫൈൻഡ് ബൈ ദി ഫോർമുല എഫ് ഓഫ് എക്സ് ബാർ എന്നുണ്ട് കേട്ടോ. എഫ് ഓഫ് എക്സ് ബാർ is defined by the formula f of x bar closed interval a b equal to 1 by b minus a integration a to b f of x dx. ഇതാണ് ആവറേജ് വാല്യൂൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ തന്നാലും എന്തായിരിക്കണം, അത് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഇൻ്റഗ്രൽ ആയിരിക്കണം. ആ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് ബാർ എന്നാണ്. അതായത് എഫ് ഓഫ് എക്സ് മേലെ ക്ലോസ്ഡ് ബാർ ക്ലോഷർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. നിങ്ങളതിൽ പഠിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഓൺ ക്ലോസ് ഇൻ്റർവൽ 0 to. അപ്പോൾ ആവറേജ് വാല്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഓഫ് എ ബി, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ, സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്നുള്ളത് 0 to ദാറ്റ്സ് ഈക്വൽ ടു 1 by b minus a. 1 by b minus a എന്നാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 by b എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. സോ 2 minus 0 ഇൻറ്റഗ്രേഷൻ 0 to 2 എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്ത് ചെയ്യുക, 1 by 2 എക്സ് ക്യൂബിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 2 നമ്മൾ ലിമിറ്റ് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 10/3 ആണ് അതിൻ്റെ ആവറേജ് വാല്യൂ കിട്ടും. ഓക്കെ, ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 1 minus x square ഓൺ ക്ലോസ് ഇൻ്റർവൽ -1 to 1. ദെൻ നമ്മൾ ഡെഫിനിഷൻ, ആവറേജ് വാല്യൂൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. റൂട്ട് ഓഫ് 1 minus x square ക്ലോഷർ, അതാണ് അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത്, ഓഫ് -1 to 1. ദെൻ എന്താണ് നമ്മളുടെ ഇക്വേഷൻ, 1 by b minus a. So 1 minus -1 integration -1 to 1 root of 1 minus x square dx. That's equal to 1 by 2 integration -1 to 1 root of 1 minus x square dx. Okay, ഇക്വേഷൻ 1. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് ദി അപ്പർ ഹാഫ് ഓഫ് ദി സെമി സർക്കിൾ സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് ഇസ് 1. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 1 minus x square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെമി സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സെമി സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ, അതായത് സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ല, സെമി സർക്കിളിൻ്റെ ഇക്വേഷൻ. -1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ളൊരു സെമി സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഹെൻസ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 1 is the area of the upper half of the circle x square plus y square equal to 1 which is π/2. അതായത് റൂട്ട് ഓഫ് 1 minus x square dx എന്നുള്ളതല്ലേ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദി അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിളായ x square plus y square equal to 1ൻ്റെ ഏരിയയാണ്. അതായത് സർക്കിളിൻ്റെ അപ്പർ ഹാഫിൻ്റെ ഏരിയയാണ് എന്ത് പറഞ്ഞത്, ഈ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് വരും, π/2 എന്ന് വരും. ഓക്കെ, നമുക്ക് കിട്ടിയത് ഇൻറ്റഗ്രേഷൻ ഓഫ് 1 minus x square ക്ലോസ് ഇൻ്റർവൽ -1 to 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2, അതായത് ആവറേജ് വാല്യൂൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് 1/2 ഇൻറ്റഗ്രേഷൻ -1 to 1 റൂട്ട് ഓഫ് 1 minus x square dx എന്ന് വരും. ഇനി ഈ റൂട്ട് ഓഫ് 1 minus x square dx നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് അതിന് നമ്മൾ കോസ് എക്സ് ഈക്വൽ ടു 1 റൂട്ട് എക്സ് നമ്മൾ സൈൻ കൊടുക്കുക, എന്നിട്ട് റൂട്ട് ഓഫ് 1 minus x square ഈക്വൽ ടു കോസ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനേക്കാളും നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1 minus x square dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപ്പർ ഹാഫാണ്, അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഇൻറ്റഗ്രേഷൻ ചെയ്ത് അതിൻ്റെ ഏരിയ അല്ലേ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/2 ആണ്. സോ π/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ എന്ത് വരും, π/2 എന്ന് വരും. സോ π/2 × 1/2. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും, π/4 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു. ഇനി നിങ്ങൾ നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ല, ഇതിപ്പോൾ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇനി നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ആവറേജ് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്തിട്ടും 1/2 ഇൻറ്റഗ്രേഷൻ -1 to 1 റൂട്ട് ഓഫ് 1 minus x square dx. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ dx ഈക്വൽ ടു കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. എക്സിന് നമ്മൾ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇവിടെ -1 to 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π/2, എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു -π/2 വരും. അപ്പോൾ നമ്മളുടെ ലിമിറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ -π/2 to π/2 റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് സൈൻ തീറ്റ, സോ 1 minus sin square തീറ്റ ഡി എക്സിൻ്റെ സ്ഥലത്ത് കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ഈ ഇൻറ്റഗ്രേഷൻ 1/2 -π/2 to π/2 1 minus sin square തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും.
ദെൻ നമുക്ക് എന്ത് വരും, റൂട്ടിൻ്റെ ഉള്ളിൽ കോസ് സ്ക്വയർ വരും, റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, കോസ് തീറ്റ എന്ന് വരും. ആ കോസ് തീറ്റയും ഈ കോസ് തീറ്റയും കൂടിയിട്ട് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതും. ഈ കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 + cos 2 തീറ്റ ബൈ 2 d തീറ്റ എന്ന് വരും. cos 2 തീറ്റ = 2 cos സ്ക്വയർ തീറ്റ - 1 ആണ്. ദെൻ ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ + sin 2 തീറ്റ ബൈ 2 -π/2 to π/2 നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസർ π/4 വരും. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്താലും π/4 തന്നെയാണ് വരിക, ഈ മെത്തേഡ് യൂസ് ചെയ്താലും π/4. അപ്പോൾ √1 - x² എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ x = sin തീറ്റ എന്ന് കൊടുക്കാം, dx = cos തീറ്റ d തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. ഷോ ദാറ്റ് ഇഫ് v = v of t is the velocity of a moving object, then the definition of v bar agrees with the usual notation of average velocity. അത് v = v of t എന്ന് പറഞ്ഞത് വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ v bar തന്നെയാവും ആവറേജ് വെലോസിറ്റിയുടെ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിന് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എഗ്രി ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ബൈ ഡെഫിനിഷൻ ആവറേജ് വാല്യൂ ഓഫ് ദി വെലോസിറ്റി പറഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് ടിയുടെ സ്ഥലത്ത് v of t എന്ന് വരും. സോ v of t ക്ലോസ് ഇൻ്റർവൽ a to b 1/b - a ഇൻറ്റഗ്രേഷൻ a to b v of t dt എന്ന് വരും. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രലാകുമ്പോൾ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ a to b v of t എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ t = a and t = b. Therefore we get v of t bar = 1/b - a ഇൻറ്റഗ്രേഷൻ a to b v of t dt നെ നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഓഫ് ട്രാവൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ആവറേജ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ആയിട്ട് നമ്മൾ v of t നെ എടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് f of x = 3x² - 3 on closed interval 0, 1. Does f actually take on this value at some point in the given domain? നമ്മൾ നേരിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യുക. സോ ആവറേജ് വാല്യൂ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് f of x bar 0, 1 ക്ലോസ് ഇൻ്റർവൽ 0, 1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ 1/b - a ഇൻറ്റഗ്രേഷൻ a to b f of x dx ദാറ്റ്സ് ഈക്വൽ ടു 1/b പറഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ 1 - 0 ഇൻറ്റഗ്രേഷൻ 0 to 1 3x² - 3 dx. ഓക്കെ, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -2 എന്ന് വരും. ഹെൻസ് ദി ആവറേജ് വാല്യൂ ഓഫ് f of x ഈസ് -2. The function assumes this value when 3x² - 3 = -2. വെൻ ഇതിൽ എന്നിട്ട് നമ്മളോട് പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് ഡൊമൈനിലാണ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ 3x² - 3 = -2 ആണെന്ന് നമുക്ക് കിട്ടി. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ദെൻ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ x² = 1/3 എന്ന് വരും. ദെൻ x = ±1/√3 എന്ന് വരും. സിൻസ് വൺ ഓഫ് ദിസ് പോയിന്റ് x = 1/√3 ലൈസ് ഇൻ 0, 1. അപ്പോൾ 1/√3 മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 0, 1 പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ ലൈസ് ചെയ്യുള്ളൂ. -1/√3 എന്തില്ല, ലൈസ് ചെയ്യില്ല. സോ അതിലാണ് അത് ആ ഒരു ഡൊമൈൻ, അതായത് 1/√3 എന്ന് പറഞ്ഞാൽ ആ ഒരു ഡൊമൈനിലാണ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, ദെൻ അടുത്തത് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. നമ്മൾ മീൻ വാല്യൂ തിയറം എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസിൻ്റെ മീൻ വാല്യൂ തിയറാണ് ഇനി പറയുന്നത്. If f is continuous on closed interval ab, then at some point x0 in closed interval ab, then f of x0 = 1/b - a integration a to b f of x dx. അപ്പോൾ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ദി മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓൺ എവിടെ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. ഒരു x0 എന്ന് പറഞ്ഞ പോയിന്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് x0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 1/b - a ഇൻറ്റഗ്രേഷൻ a to b f of x dx എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ പ്രൂഫാണ്. അതായത് ഈ ഫണ്ടമെൻ്റൽ തിയറം മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ പ്രൂഫ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇൻ്റർവൽ എ ബി എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ആസ് എ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ. എഫിന് എന്തുണ്ടാവും, ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. ഓക്കെ, എഫ് ഓഫ് x1 പറഞ്ഞാൽ x1 x2 പറഞ്ഞാൽ രണ്ട് നമ്പർ എടുക്കണം. അതിൽ x1 പറഞ്ഞത് ഒരു മിനിമം വാല്യൂം x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം വാല്യൂ എന്ന് വിചാരിക്കാം. മിനിമം വാല്യൂ നമ്മൾ സ്മോൾ ലെറ്റർ m എന്നും മാക്സിമം വാല്യൂ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ m എന്ന് കൊടുത്തു. x1 അതായത് ഫംഗ്ഷന് x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നത്. അതേപോലെ ഫംഗ്ഷന് x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഈക്വാലിറ്റി നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ വെച്ച് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ a to b m dx ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ a to b f of x dx ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ a to b ക്യാപിറ്റൽ ലെറ്റർ m dx. ദെൻ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര വെച്ച് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, m × b - a, അതായത് ഇൻറ്റഗ്രേഷൻ a to b f of x dxനെ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ f of b മൈനസ് ക്യാപിറ്റൽ ലെറ്റർ f of a എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ. അതേപോലെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, എം ഇൻറ്റു ബി മൈനസ് എ നമുക്ക് എഴുതാം, കാരണം എം കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ ജസ്റ്റ് ഇൻറ്റേറ്റ് ചെയ്തു. ദെൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ നമ്മൾ എഴുതി. ഓക്കെ. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ബി മൈനസ് എ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷന് ത്രൂ ഔട്ടായിട്ട് ബി മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് വരും. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞത് എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു സ്മോൾ ലെറ്റർ എമ്മും എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എമ്മും ബൈ ദി ഫസ്റ്റ് വേർഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും ഇടയിൽ നമ്മൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 ബൈ ബി മൈനസ് എ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, ദി മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് നീഡ് നോട്ട് ബി ട്രൂ ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ്. അതായത് മീൻ വാല്യൂ തിയറം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന് മാത്രമേ ട്രൂ ആവുള്ളൂ. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന് ട്രൂ ആവും. പക്ഷേ എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ഇതെന്താവില്ല, ട്രൂ ആവില്ല. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1 if 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. then f is a bounded piecewise continuous function of closed interval 0 to f is not continuous at 1. f 1ലാണ് കണ്ടിന്യൂസ് അല്ലാത്ത. hence Riemann integral over closed interval 0 to is integration 0 to f of x dx. നമുക്ക് എങ്ങനെ ചെയ്യാം, 1ലാണ് കണ്ടിന്യൂസ് ആവാത്തത്, സോ അതിനെ രണ്ടെണ്ണാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. then 0 to 1 f of x dx plus 1 to 2 f of x dx that's equal to first 0 to 1 ഇൻ്റർവെൽ നമുക്ക് എന്താ വരുന്നത്, 0 ആണ് ലിമിറ്റ് വരുന്നത് വാല്യൂ. സോ 0 dx plus 1 to 2 1 dx എന്നുള്ളതിന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ 0 പ്ലസ് 1 ഇൻറ്റു 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് വാല്യൂ 1 ബൈ 2 മൈനസ് 0 ഇൻറ്റു ഇൻറ്റഗ്രേഷൻ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 എന്താ 1. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, 1 ബൈ 2 എന്ന് കിട്ടി. ബട്ട് നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് എന്താ, 1 ബൈ 2 വരുന്ന എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് തന്നത് അല്ല. ഓക്കെ. നമുക്ക് തരുന്ന എഫ് ഓഫ് എക്സ് പറഞ്ഞത് നമുക്ക് എന്തല്ല, 1 ബൈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഇതിലില്ല, ഇതിൽ 1 ബൈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഒരു കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മീൻ വാല്യൂ തിയറം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ. Then അടുത്ത solution, show that if f is continuous on closed interval a b, a not equal to b, and if integration a to b f of x dx equal to 0, then f of x equal to 0 at least once in a closed interval a b. ഈ ഒരു തിയറം ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളോട് എന്താ പറഞ്ഞത്, ഷോ ചെയ്യാനാണ് പറഞ്ഞത്. എഫ് കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ, എയും ബിയും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി. അത് എഫ് കണ്ടിന്യൂസും ആണ്, ക്ലോസ് ഇൻ്റർവൽ എ ബി കണ്ടിന്യൂസ് ആണ്, എയും ബിയും ഈക്വൽ അല്ല. ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. എപ്പോൾ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ആ എഫ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവണം അറ്റ്ലീസ്റ്റ് 1 പോയിൻറ്റെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. then the average value of f on closed interval a b എന്ന് പറഞ്ഞാൽ f of x bar closed interval a b equal to 1 by b minus a integration a to b f of x dx equal to 1 by b minus a into 0 that's equal to 0 എന്ന് വരും. അതായത് ഇത് 0 ആണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Since f is continuous on closed interval a b, then by the mean value theorem for definite integrals f of x not equal to f of x bar that's equal to 0. അതായത് f of x not 0 ആണ്, എഫ് ഓഫ് എക്സ് നോട്ട് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു തിയറം, ഈ ഒരു പ്രോബ്ലം എന്തായാലും പഠിച്ചു വയ്ക്കും. അപ്പോൾ ഇതാണ് ആവറേജ് വാല്യൂൻ്റെ മെയിനായിട്ട് ആവറേജ് വാല്യൂവിൽ പഠിക്കാനുള്ളത് ആ ഇക്വേഷനാണ്. എഫ് ഓഫ് എക്സ് ബോൾ ബാർ ക്ലോസ് ഇൻ്റർവൽ എ ബി ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. ഓക്കെ, താങ്ക് യു.